പല പ്രദേശങ്ങളിലും മഴയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ചൂടുകൂടി കിണറിലെല്ലാം വെള്ളം വറ്റി തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവരും പ്രാർത്ഥനയിലാണ് മഴ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സന്ദർഭത്തിൽ നേർച്ചയാകുക എന്ന് പറയുന്ന ഒരു ആശയം പല ആളുകളും വർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നേർച്ച ഇസ്ലാമികമാണ്. ഇസ്ലാമിൽ നേർച്ചയാക്കിയിട്ട് ഒരു കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുമോ? നമുക്കൊന്ന് ലളിതമായ രീതിയിൽ പരിശോധിച്ചു നോക്കാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 270 ആയത്തിൽ വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു, നിങ്ങൾ നേർച്ചയാക്കുന്ന എല്ലാ നേർച്ചകളും അള്ളാഹു അറിയുന്നുണ്ട്, അഥവാ അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നേർച്ചകളെല്ലാം പ്രതിഫലാർഹമാണ് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു സൂറത്തിൽ, സൂറത്തുൽ ഹജ്ജിൽ 29 ആയത്തിൽ വൽ യൂഫൂ നുദൂറഹും, അവരുടെ നേർച്ചകളൊക്കെ അവർ പൂർത്തീകരിച്ച് വീട്ടിക്കൊള്ളട്ടെ എന്ന് മറ്റൊരായത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ളതായ ഒരു ഹദീസ്, മൻ നദറ അൻ യുതി അല്ലാഹ ഫൽ യുതിഅഹു, ആരെങ്കിലും ഒരു ത്വാഅത്ത് പുണ്യകർമ്മം നേർച്ചയാക്കി കഴിഞ്ഞാൽ ഫൽ യുതിഅഹു, ആ നേർച്ചയെ അവൻ പൂർത്തീകരിച്ച് വിട്ടിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നേർച്ചയാക്കുക എന്നത് സുന്നത്താണ് എന്നതിൽ ഖുർആനും ഹദീസിനും പുറമെ ഖിയാസും ഇജ്മാഉം അടങ്ങുന്ന ഇസ്ലാമിന്റെ ചതുർപ്രമാണങ്ങൾ നേർച്ച സുന്നത്താണ് എന്നതിന് തെളിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഫത്ഹുൽ മുഈനിൽ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പോൾ നേർച്ച എന്നത് ഇസ്ലാമികപരമാണ് എന്നും അത് പുണ്യകർമ്മമാണ്, സുന്നത്താണ് എന്നും നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് നേർച്ച, എന്തൊക്കെയാണ് നേർച്ച എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കണം. നേർച്ചയുടെ ഡെഫിനിഷൻ, താരിഫ് പറയുന്നത് ഇൽത്തിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ റഷീദിൻ ഖുർബത്തൻ ലം തതഅയ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വകതിരിവുള്ള ഒരു മുസ്ലിം ശർഈയായ ഒരു ഇബാദത്ത്, അത് സുന്നത്താകട്ടെ അതല്ലെങ്കിൽ ഫർദ് കിഫായ ആകട്ടെ, അങ്ങനെ ഒരു ഇബാദത്ത് ഏറ്റെടുക്കലാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വിത്ർ നിസ്കാരം എല്ലാ ദിവസവും ദായിമാക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച സ്വഹിയാവുന്നതാണ്. അതുപോലെ പാവങ്ങളെ സഹായിക്കാൻ ഒരാൾ നേർച്ചയാക്കി, എന്നാൽ അദ്ദേഹത്തിന് അത് സുന്നത്തുള്ള കാര്യമാണെങ്കിൽ ആ നേർച്ച സ്വഹിയാവുന്നതാണ്. ഇങ്ങനെ സുന്നത്തും ഫർദ് കിഫായിയായ മറ്റൊരു കാര്യം, ഉദാഹരണം പറഞ്ഞാൽ മയ്യിത്ത് നിസ്കരിക്കുക. മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് പൊതു ബാധ്യതയാണ്, ഫർദ് കിഫായിയാണ്. അതുകൊണ്ട് അതും നേർച്ച, അങ്ങനെ ഒരാൾ നേർച്ചയാക്കിയാൽ അതും നേർച്ച സ്വഹിയാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഹലാലായ, തനിച്ച് ഹലാലായ ഒരു കാര്യം അത് നേർച്ചയാക്കിയാൽ ആ നേർച്ച സ്വഹിയാവുകയില്ല. ഉദാഹരണത്തിന് ഒരാൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ നേർച്ച സ്വഹിയാവുകയില്ല. എന്നാൽ നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്നതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതും ആരാധനയാക്കി മാറ്റാവുന്നതാണ്. അതായത് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഈ ഭക്ഷണം കഴിക്കുന്നത് അവന്റെ ആരാധനയിൽ ഒരു ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, നിസ്കരിക്കാൻ ഒരു പ്രത്യേക കൂവത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിയാൽ അത് ആ ഭക്ഷണം കഴിക്കുന്നതും അവന്റെ പ്രതിഫലാർഹമാണ് എന്ന് നമ്മൾ പഠിച്ചവരാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സുന്നത്തല്ല. ഈ രീതിയിലുള്ളതാണെങ്കിലും അങ്ങനെയാണെങ്കിലും ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊന്നും നേർച്ചയാക്കിയാൽ നേർച്ച സ്വഹിയാവുകയില്ല. അതുപോലെ തന്നെയാണ് കറാഹത്തായ കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരാൾക്ക് 2 മക്കളുണ്ട്, ഒരു മകൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു മകന് മാത്രം നേർച്ചയാക്കി അവന് ഒരു പ്രത്യേക ഭക്ഷണം കൊടുക്കാമെന്നോ അതിൽ അവന് പണം കൊടുക്കാമെന്നോ ഒക്കെ നേർച്ചയാക്കിയാൽ ആ നേർച്ചയും സ്വഹിയാവുകയില്ല. കാരണം തന്റെ മക്കളുടെ ഇടയിൽ സമത്വം പാലിക്കലിന് അനിവാര്യമാണ്.
അല്ലാതെ ഏതെങ്കിലും ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ പ്രത്യേകം ഗൗനിക്കൽ അത് കറാഹത്തായ കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ നേർച്ചയും സ്വഹിയാവുകയില്ല. അതുപോലെ അസറിന്റെ ശേഷം നിസ്കരിക്കാമെന്ന് നേർച്ചയാക്കിയാൽ ആ നേർച്ചയും സ്വഹിയാവുകയില്ല. കാരണം ആ സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഇങ്ങനെ കറാഹത്തായ കാര്യങ്ങൾ ചെയ്താൽ, ഇങ്ങനെ കറാഹത്തായ കാര്യങ്ങളെ കൊണ്ട് നേർച്ചയാക്കിയാൽ ആ നേർച്ചയും സ്വഹിയാവുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നേർച്ചകൾ നേർന്നെങ്കിൽ, അഥവാ ഇവന്റെ ഹക്കിൽ സുന്നത്തായ കാര്യങ്ങൾ മാത്രമാണ്, അതുപോലെ ഇവന്റെ ഹക്കിൽ സുന്നത്തും ഫർള് കിഫായിയായ കാര്യങ്ങൾ മാത്രമാണ് നേർച്ചയാക്കിയാൽ നേർച്ച സ്വഹിയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇനി നേർച്ചകൾ രണ്ടു തരമുണ്ട്. അതായത് ഒരു കാര്യത്തോട് ബന്ധിപ്പിച്ച് നാം നേർച്ചയാക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ഇന്നത് കരസ്ഥമായാൽ ഞാൻ ഇന്നത് ചെയ്യാം, എനിക്ക് മഴ ലഭിച്ചാൽ ഞാൻ 60 മിസ്കീന്മാർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോളാം എന്ന് നേർച്ചയാക്കൽ. ഈ നേർച്ച ഒരു കാര്യത്തോട് ബന്ധിച്ച നേർച്ചയാണ്. ഇങ്ങനെ നേർച്ചയാക്കുന്നതിന് മുജാസാത്തിന്റെ നേർച്ച എന്നും പറയപ്പെടാറുണ്ട്. അതുപോലെ മറ്റൊരു നേർച്ചയാണ് മുനജ്ജസായ ലഫ്ദ് കൊണ്ടുള്ള നേർച്ച, അഥവാ ഒരു കാര്യത്തോടും ബന്ധിപ്പിക്കാതെയുള്ള നേർച്ച. ഇതാണ് മറ്റൊരു തരത്തിലുള്ള നേർച്ച. ഏറ്റവും ശ്രേഷ്ഠമായ നേർച്ചയും രണ്ടാമത് പറഞ്ഞത് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ ഈ രണ്ട് നേർച്ചയിലും നേർച്ചയായി പരിഗണിക്കണമെങ്കിൽ വാഗൊണ്ട് മൊഴിയൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം അത് നേർച്ചയാവുകയില്ല. വായ കൊണ്ട്, ഉദാഹരണത്തിന്, ഞാൻ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് കൊണ്ട് പറയുക തന്നെ വേണം. മനസ്സിൽ കൊണ്ട് കരുതിയത് കൊണ്ട് മാത്രം നേർച്ചയാവുകയില്ല. അതുപോലെ തന്നെയാണ് കൊണ്ട് പറയുന്ന സ്ഥാനത്ത് തന്നെയാണ് എഴുത്തും വരുന്നത്. എഴുതിയാലും ആ നേർച്ചയും നേർച്ചയായി പരിഗണിക്കുന്നതാണെന്നും കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏതായിരുന്നാലും ഒരു കാര്യത്തോട് ബന്ധിച്ച് നേർച്ചയാകുമ്പോൾ ആ കാര്യം നമുക്ക് കരസ്ഥമാകുന്ന എന്തെങ്കിലും അതിന്റെ ഒരു വിശേഷണം കരസ്ഥമായാൽ തന്നെ ആ നേർച്ച നമ്മുടെ ഹക്കിൽ നിർബന്ധമായി തീരും. എന്നാൽ ഒരു കാര്യത്തോടും ബന്ധിപ്പിക്കാതെയുള്ള നേർച്ചയാണെങ്കിൽ ആ പറയുന്ന അവസരത്തിൽ തന്നെ ഇവന്റെ ആ ഒരു ഹക്കിൽ അത് നിർബന്ധമായി തീരുകയും അവൻ അത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് വീട്ടൽ നിർബന്ധമായി തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ മഴയ്ക്ക് വേണ്ടി നമ്മൾ നേർച്ചയാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നേർച്ചയാക്കുന്ന വ്യക്തിക്ക് നേരത്തെ പറഞ്ഞ യോഗ്യതയുണ്ടോ എന്നാണ്. അതുപോലെ നേർച്ചയാക്കപ്പെടുന്ന കാര്യം അത് ഈ ഇസ്ലാം ദീനിൽ സുന്നത്തോ ഫർള് കിഫായോ ആയ ഒരു കാര്യം ആയിരിക്കണം എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നേർച്ച ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ പറയുന്ന നേർച്ച ചെയ്യുന്നത് വാഗൊണ്ട് മൊഴിയലും നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നേർച്ചയായി പരിഗണിക്കുകയുള്ളൂ. ഇനി മഴയ്ക്ക് വേണ്ടി നേർച്ചയാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മഴ ലഭിക്കുകയാണെങ്കിൽ ആ ലഭിക്കുന്ന ഘട്ടത്തിൽ അവൻ ആ നേർച്ചയാക്കിയ നേർച്ച വീട്ടൽ നിർബന്ധമാണ്. അവൻ അത് ചെയ്യൽ ബാധ്യതയുള്ളതാണ്. അത് ഫർള് ഐനായി മാറുകയും ചെയ്യും. എന്നാൽ ഏറ്റവും നല്ല നേർച്ച രണ്ടാമത് പറഞ്ഞ നേർച്ചയാണ്. അഥവാ ഒരു കാര്യത്തോടും ബന്ധിപ്പിക്കാതെയുള്ള മുനജ്ജസായ ലഫ്ദ് കൊണ്ട് നേർച്ചയാക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. മഴയ്ക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കുമ്പോൾ ഈ തരത്തിലുള്ള നേർച്ചയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം മഴ തന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാകട്ടെ.